മഹി ഉണ്ണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചത് അച്ചാറിടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അച്ചാറിനുള്ള മുളക് പൊടി ഇല്ല. അപ്പോൾ ഞാൻ മുളക് പൊടി ഇന്ന് രാവിലെ റെഡിയാക്കുക, അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. മായമില്ലാത്തൊരു മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. അപ്പം നമുക്ക് ചായ ആയി കഴിഞ്ഞിട്ട് നമുക്ക് മുളകും മല്ലിയും കൂടെ വറുക്കാം. ചായ ഇട്ടിട്ടുണ്ട്, ചൂടുവെള്ളം ജഗിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട്. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായക്ക് ഉള്ള ഇതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ച് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നമ്മൾ വറ്റൽമുളക് വറുത്ത് പൊടിയാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും അത് വറുക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പച്ചമല്ലി ഉണ്ടോ, കുപ്പി മുളക് പൊടിയുടെ കാലിയാണ്. അപ്പോൾ ഞാൻ പച്ചമല്ലി വറുത്തിട്ട് അത് പൊടിയാക്കും. അതുപോലെ അതിൽ നിന്ന് കുറച്ച് മല്ലി മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമല്ലിയെ ഞാൻ പരീക്ഷണം നടത്താനാണ്, കൃഷി ആവശ്യത്തിന് മല്ലിയില ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഇത് വറുക്കുമ്പോഴേക്കും അതിൽ ചെറിയ ടിപ്സൊക്കെ ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലേ അറിയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുമ്പോൾ മായം ചേർത്ത പൊടികൾ കിട്ടുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. കണ്ടതാണ് ടിപ്സ് പറഞ്ഞത്. ഞാൻ പച്ചമല്ലിയിൽ കുറച്ച് ജീരകം, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരുംജീരകം, അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവറും കൂടെ ഇതിൽ വരും. നമുക്ക് ഏത് കറി ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൂടെ വരുമ്പോൾ എന്താണ് ഈ കറിക്ക് പ്രത്യേകത എന്നറിയാൻ പറ്റില്ല, ജസ്റ്റ് മാറ്റം ഉണ്ടാവും. അപ്പോൾ മല്ലി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചട്ടിയിൽ തന്നെ അധികം നേരം വയ്ക്കരുത് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ മുളകും കൂടെ വറുക്കാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മല്ലി തണുത്തു, ഞാനത് പൊടിച്ച് 2-3 ട്രിപ്പായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണേ ജാറ് ചൂടായി കേടരുതല്ലോ. അപ്പോൾ മുളകിൻ്റെ തണ്ടൊക്കെ ഒന്ന് കളയണം. ഞാൻ വറുക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചതാണ്. പൊടി റെഡി ആയിട്ടുണ്ട്. മുളകും കൂടെ പൊടിച്ചു, 2-3 പ്രാവശ്യമായിട്ട് മുളക് വറുത്തു, അതുപോലെ 2-3 ട്രിപ്പായിട്ട് പൊടിക്കുകയും ചെയ്തു. ഇതൊക്കെ കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ വീണ്ടും പറയാണ്, നമുക്ക് മായം ഇല്ലാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അച്ചാറുണ്ടാക്കുന്നതൊന്നും കൂടെ കാണണം. ഇതേ മുളക് പൊടി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, പൊടികളെല്ലാം കുപ്പിയിൽ എയർ ടൈറ്റായിട്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ.